ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന് ജീവപര്യന്തവും 24 വർഷം തടവും 80,30,000 രൂപ പിഴയും ശിക്ഷ. 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും കോടതി വിധി. കള്ളസാക്ഷി പറഞ്ഞതിന് നിസാമിന്റെ ഭാര്യ അമലിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ചന്ദ്രബോസ് ആക്രമിക്കപ്പെട്ട് 1 വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ശിക്ഷാവിധി. ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് നിസാമിന് വിവിധ വകുപ്പുകൾ പ്രകാരം 24 വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. തടവിനു പുറമെ 71,30,000 രൂപ പിഴ ശിക്ഷയും വിധിച്ചു. ഇതിൽ നിന്ന് 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് KP സുധീർ ഉത്തരവിട്ടു. കള്ളസാക്ഷി പറഞ്ഞ നിസാമിന്റെ ഭാര്യ അമലിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങാനും കോടതി നിർദ്ദേശിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു പറഞ്ഞു. ഈ പ്രതിയുടെ വൈഫിനെതിരെ പർജറി നടപടി, അതായത് പ്രോസിക്യൂഷൻ നടപടി എടുക്കാനായിട്ട് ഉത്തരവായിട്ടുണ്ട്. അതേസമയം വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച ശിക്ഷ ഇതൊന്നല്ല. നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിച്ചത് വധശിക്ഷ വിധിക്കാൻ അത് തന്നെയാണ്. നമ്മുടെ സാറും അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ ഒരു തൃപ്തിയല്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ ബോസ് പറ്റിയതിന് നീതി കിട്ടി, അത്ര കിട്ടിയില്ല. 2015 ജനുവരി 29-നാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. പേരാമംഗലം CIയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 8 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ആകാംക്ഷയുടെ മണിക്കൂറുകൾക്കൊടുവിൽ ദീർഘനാളത്തെ തടവറയാണ് മുഹമ്മദ് നിസാമിന് കോടതി ശിക്ഷ വിധിച്ചത്. CG ദിൽജിത്തിനും PP സലീമിനും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം KM ഉമേഷ്. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉദയഭാനുവിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പിലെ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും 70 ലക്ഷം രൂപ പിഴയും, അങ്ങനെ ജീവപര്യന്തം കൂടാതെ 24 വർഷവും 80,30,000 രൂപ പിഴയും, അതിൽ 50 ലക്ഷം രൂപ ജമന്തിക്ക് കൊടുക്കാനായിട്ട് ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഉത്തരവായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പരാമർശമായിട്ട് ഇപ്പോൾ വായിക്കാൻ കഴിഞ്ഞത് ഈ പ്രോസിക്യൂഷൻ സാക്ഷികളെ എല്ലാവരെയും തന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഭാഗത്തിന് വേണ്ടി വന്ന സാക്ഷികൾ, അതിൽ പ്രത്യേകിച്ച് ഡോക്ടർ സെയ്ദ് മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർ ശർമ്മ, ഇവർ രണ്ടുപേരും പണം വാങ്ങി കള്ളസാക്ഷി പറയാൻ വന്നതാണ് എന്ന നിലയ്ക്ക് ഒരു വിശകലനമാണ് നടത്തിയിട്ടുള്ളത്. കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജനെ CBI പ്രതി ചേർത്തു. UAPA പ്രകാരമാണ് ജയരാജനെതിരെ കേസെടുത്തിരിക്കുന്നത്. 25-ാം പ്രതിയായാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജയരാജൻ നാളെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കും. കതിരൂർ മനോജ് വധക്കേസിൽ CPIM ജില്ലാ സെക്രട്ടറി P ജയരാജനെ പ്രതി ചേർക്കണമെന്നും UAPA 18-ാം വകുപ്പ് ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് 2 ഹർജികളാണ് CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ P ജയരാജൻ കേസിൽ പ്രതിയല്ലെന്ന് CBI വാദിച്ചത്. തുടർന്ന് P ജയരാജൻ കേസിൽ പ്രതിയല്ലാത്തതിനാൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്നും കോടതി ഇടപെടൽ ആവശ്യമില്ലെന്നും കാണിച്ച് P ജയരാജൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുകയായിരുന്നു. കേസന്വേഷണം ആരംഭിച്ച് 505 ദിവസം പിന്നിട്ടിട്ടും ഇത്തരത്തിൽ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാനായിട്ടില്ല. 5/11/2014 CBI അന്വേഷണം ആരംഭിച്ചത്. കോടതിയിൽ P ജയരാജനെ പ്രതി ചേർക്കണമെന്ന് കാണിച്ച് ഹർജി നൽകിയെങ്കിലും വ്യക്തമായ സാക്ഷിമൊഴികളോ രേഖകളോ CBIക്ക് ഹാജരാക്കാനായിട്ടില്ല. നേരത്തെ CBI നോട്ടീസ് നൽകിയത് പ്രകാരം തിരുവനന്തപുരത്ത് CBI ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായി 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് താൻ വിധേയനായിട്ടുണ്ടെന്നും തെളിവുകളില്ലാത്തതിനാൽ CBI വിട്ടയക്കുകയായിരുന്നെന്നും ജാമ്യ ഹർജിയിൽ P ജയരാജൻ പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും അറസ്റ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയ തന്ത്രമാണിതെന്നും ഹർജിയിൽ P ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജാമ്യ ഹർജിയിലെ അവകാശവാദങ്ങൾ ശരിവെക്കുന്ന നിലയിലേക്കാണ് CBI പോകുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളും അഭിഭാഷകരും നൽകുന്ന സൂചന. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. P ജയരാജനെ CBI പ്രതി ചേർത്തത് RSS നിർദ്ദേശപ്രകാരമെന്ന പിണറായി വിജയൻ. ജയരാജനെ പ്രതി ചേർത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജനെ CBI പ്രതി ചേർത്തത് RSS നിർദ്ദേശപ്രകാരമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നവകേരള മാർച്ചിനിടെ നാദാപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 505-ാമത്തെ ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. അന്ന് CBI പറഞ്ഞത് ജയരാജൻ പ്രതിയല്ല എന്നാണ്. പിന്നെ ഇതിപ്പോൾ ഇന്ന് 508-ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസം കൊണ്ട് എന്ത് തെളിവാണ് CBIക്ക് കിട്ടിയിരിക്കുന്നത്?
കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ പ്രതി ചേർത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജയരാജനെ പ്രതി ചേർക്കാൻ UDFും RSSും ഒത്തുകളിച്ചതായും പ്രതി ചേർത്തത് RSSന്റെ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ വരെ പ്രതിയല്ലാത്ത ജയരാജൻ ഇന്ന് പ്രതിയായിട്ട് മാറിയത് രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചതിൻ്റെ ഫലമായി എടുത്ത ഒരു തീരുമാനമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ജാഥ കണ്ണൂർ ജില്ലയിൽ വരുന്ന ദിവസം തന്നെ ജയരാജനെ പ്രതി ചേർക്കണം എന്ന കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ നിർദ്ദേശമാണ് CBI നടപ്പാക്കിയിരിക്കുന്നത്. പി ജയരാജനെ പ്രതി ചേർക്കാനാണ് ഗൂഢാലോചന നടത്തിയതെന്നും പ്രതിയാക്കിയതിലൂടെ വേട്ടയാടുന്നത് CPIMനെയാണെന്നും MA ബേബി പ്രതികരിച്ചു. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും MA ബേബി പറഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് സുപ്രീം കോടതി തന്നെ ഒരിക്കൽ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ആ നിരീക്ഷണത്തെ ശരിവെക്കുന്ന പല അനുഭവങ്ങളും മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസാനത്തെ അനുഭവമാണ് ഈ മനോജ് വധക്കേസുമായി ബന്ധപ്പെട്ട് CBI എടുത്തിട്ടുള്ള സമീപനം. UAPA ചുമത്തുമ്പോൾ പലർക്കും പല മാനദണ്ഡങ്ങൾ പാടില്ലെന്ന് വെങ്കയ്യ നായിഡു പ്രതികരിച്ചു. പി ജയരാജന് UAPA ചുമത്തിയത് സംബന്ധിച്ച് കോൺഗ്രസും CPIMും ചർച്ച നടത്തട്ടെയെന്നും വെങ്കയ്യ നായിഡു തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം നേമത്ത് RSSകാർ CPM പ്രവർത്തകരെ വെട്ടി പരിക്കേൽപ്പിച്ചു. 2 പ്രവർത്തകരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കളക്ടർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി നേമത്ത് നടക്കുന്ന RSS ആക്രമണം തുടരുകയാണ്. ഇന്നലെ രാത്രി 4 DYFI പ്രവർത്തകർക്ക് വെട്ടേറ്റു. ബൈക്കിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തി വെട്ടുകയായിരുന്നു. നേമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള RSSൻ്റെ ആക്രമണം പതിവാണ്. അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും CPMൻ്റെയും DYFI പ്രവർത്തകരെ ഇതുപോലെ ആക്രമിച്ചും ഭയപ്പെടുത്തിയുമൊക്കെ മാറ്റി നിർത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. DYFI നേതാക്കളായ നിതിൻ, ശബരി, അഭിജിത്ത്, അനീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി പേർക്ക് ഒരാഴ്ചക്കിടെ മർദ്ദനമേറ്റിട്ടുണ്ട്. പോലീസ് അക്രമകാരികളെ സംരക്ഷിക്കുകയാണെന്നാണ് CPIM നേതാക്കളുടെ പരാതി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രഹസന നാടകം നടത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. SP R സുകേശൻ വിജിലൻസ് ഡയറക്ടർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും അന്വേഷണം തുടർന്നതായി തെളിഞ്ഞു. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം ബിജു രമേശിന്റെ ഓഫീസിലെത്തി സുകേശൻ തെളിവെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. KM മാണിക്കെതിരായ തുടരന്വേഷണം പൂർത്തീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP R സുകേശൻ വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2016 ജനുവരി 5-നാണ്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും ബിജു രമേശിന്റെ ഓഫീസിലെത്തി സുകേശൻ അന്വേഷണം തുടർന്നിരുന്നതായി CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച 2 ദിവസത്തിനു ശേഷമാണ് സുകേശൻ തെളിവെടുപ്പ് പ്രഹസനം നടത്തിയത്. ബാർ ഉടമ ബിജു രമേശിന്റെ ഉടമസ്ഥയിലുള്ള രാജധാനി ഓഫീസിലേക്ക് രാവിലെ 11:53 സുകേശൻ കടന്നുവരുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 1 മണിക്കൂറും 6 മിനിറ്റും സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലുണ്ടായിരുന്നു. ഓഫീസിൽ നിന്നും മടങ്ങുന്നത് 1 മണി 3 മിനിറ്റിനാണെന്ന് CCTV ദൃശ്യങ്ങൾ പറയുന്നു. ബിജു രമേശിന്റെ ചീഫ് അക്കൗണ്ടന്റ് അജീഷ് മോഹനിൽ നിന്നും മൊഴിയെടുത്ത സുകേശൻ അന്നേ ദിവസം രാവിലെ മുഖ്യസാക്ഷി അമ്പിളിയെയും കൂട്ടി മാണിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്ര ചെയ്ത് സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്തി. അന്തിമ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ സമർപ്പിച്ച സുകേശൻ അതിനുശേഷം എന്തിനാണ് ഈ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി എന്നത് ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ജനസഹസ്രങ്ങൾ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. നാദാപുരം, ആയഞ്ചേരി, വടകര, കൊയിലാണ്ടി എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. നവകേരള മാർച്ച് 7-ാം നാൾ പ്രയാണം ആരംഭിക്കുന്നതിന് മുമ്പായി
കുടുംബശ്രീ പ്രവർത്തകരും PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി പേർ ജാഥാനായകനെ കാണാനെത്തി. കുടുംബശ്രീയെ തകർക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചായിരുന്നു ഇവരുടെ പരാതി. സർക്കാർ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നുവെന്ന് റാങ്ക് ഹോൾഡർമാരും പരാതിപ്പെട്ടു. തുടർന്ന് പേരാമ്പ്രയിലെ സാംബവ കോളനി പിണറായി സന്ദർശിച്ചു. കോളനിയിലെ പട്ടികജാതി കുടുംബങ്ങൾ നേരിടുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ പരാധീനതകൾ നേരിട്ടറിയുകയായിരുന്നു സന്ദർശന ലക്ഷ്യം. പരമ്പരാഗത ആചാരമുറകളോടെ ജാഥാനായകനെ വരവേറ്റു. ആദ്യ സ്വീകരണം നാദാപുരത്ത്. 10,000-ങ്ങളാണ് പിണറായിയെ സ്വീകരിക്കാനെത്തിയത്. മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളും യുവാക്കളും ഏറെയുണ്ടായിരുന്നു സദസ്സിൽ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ഉയർത്തുന്ന ഭീഷണിക്കെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു പിണറായിയുടെ വാക്കുകൾ. കുറ്റ്യാടി മണ്ഡലത്തിലെ ആയഞ്ചേരിയിലും വടകര ടൗണിലും കൊയിലാണ്ടിയിലുമായിരുന്നു തുടർന്നുള്ള സ്വീകരണങ്ങൾ. ആബാലവൃദ്ധം ജനങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. തുറന്ന വാഹനത്തിൽ വേദിയിലേക്ക് നീങ്ങിയ പിണറായി ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തു. പ്രത്യഭിവാദ്യമായി 100 കരങ്ങൾ ഉയർന്നു. P. ജയരാജനെതിരായ കള്ളക്കേസിന് പിന്നിലെ RSS താൽപര്യങ്ങൾ തുറന്നുകാട്ടിയായിരുന്നു ആയഞ്ചേരിയിലെ പ്രസംഗം. CBI സമർപ്പിച്ച കുറ്റപത്രമുണ്ട്. ആ കുറ്റപത്രത്തിൽ 200-ൽ പരം സാക്ഷികളുണ്ട്. ആ സാക്ഷികളിൽ ഒരാൾ പോലും ജയരാജനെതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. തെളിവില്ല, ഇദ്ദേഹം പ്രതിയല്ല എന്ന് 505-ാമത്തെ ദിവസം പറഞ്ഞ CBI 508-ാമത്തെ ദിവസം പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, കുറ്റപത്രം കൊടുക്കുക. എന്താ അതിന്റെ അർത്ഥം? RSSന്റെ ഇംഗിതത്തിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കുന്നു എന്നർത്ഥം, CBI പ്രവർത്തിക്കുന്നു എന്നർത്ഥം. CBIയെ ആ തരത്തിൽ പ്രവർത്തിപ്പിക്കാനായിരുന്നു ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലൂടെ എത്തിയത്. നാളെയും കോഴിക്കോട് ജില്ലയിൽ ജാഥ പ്രയാണം തുടരും. ഏലത്തൂർ, കുന്നമംഗലം, ബേപ്പൂർ, കോഴിക്കോട് എന്നീ മണ്ഡലങ്ങളിലാണ് നാളത്തെ പര്യടനം. കോഴിക്കോട് നിന്നും ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൽ സാന്ത്വനവുമായി പിണറായി വിജയൻ എത്തി. ബാൻഡ് മേളം മുഴക്കിയും ഗാർഡ് ഓഫ് ഓണർ നൽകിയും കുട്ടികൾ ജനനായകനെ വരവേറ്റു. നവകേരള മാർച്ചിന്റെ പര്യടനത്തിനിടെയാണ് പിണറായി മുക്കം മാമ്പറ്റയിലെ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കാനെത്തിയത്. സ്കൂൾ ബാൻഡ് സംഘം ജനനായകനെ സല്യൂട്ട് നൽകി വരവേറ്റു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗാർഡ് ഓഫ് ഓണറും നൽകി. പിന്നീട് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പിണറായിക്ക് ചുറ്റും കൂടി. ഓരോരുത്തർക്കും പിണറായി മധുരം നൽകി. ജനനേതാവിന്റെ കയ്യിൽ പിടിച്ചും ചുമലിൽ കൈയിട്ടുമെല്ലാം കുട്ടികൾ സ്നേഹം പങ്കുവച്ചു. അതിനിടെ വിശ്വജിത്ത് എന്ന കുട്ടി താൻ വരച്ച ചിത്രവുമായി പിണറായി കരികിലെത്തി. ചിത്രത്തിന് താഴെ പിണറായി ഒപ്പിട്ട് നൽകി. തുറന്ന് സ്കൂളിലെ ഓട്ടിസം ക്ലാസ് മുറി പിണറായി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഓട്ടിസം ക്ലാസിനെ പറ്റി ചോദിച്ചറിഞ്ഞു. അരമണിക്കൂറോളം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച ശേഷമാണ് പിണറായി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റബ്ബർ കർഷകർക്കായി നിരാഹാര സമരം നടത്തുന്ന ജോസ് കെ മാണി MPക്കും ബന്ധുക്കൾക്കും കൃത്രിമ റബ്ബർ വിതരണ കമ്പനിയിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവിട്ടു. കേരള കോൺഗ്രസ് സെക്യുലർ ലീഡർ PC ജോർജാണ് രേഖകൾ പുറത്തുവിട്ടത്. നാച്ചുറ ബയോസയൻസസിന്റെ ആയുർവേദ ആശുപത്രി നാളെ കൊച്ചിയിൽ തുറക്കും. ആയുർവേദത്തിന് പുറമെ യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവ ഉൾപ്പെടുത്തിയുള്ള സമഗ്ര ചികിത്സാ രീതിയാണ് കേന്ദ്രം നൽകുന്നതെന്ന് നാച്ചുറ ഗ്രൂപ്പ് ചെയർമാൻ ജോസഫ് വട്ടക്കുന്നേൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആശുപത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം 16 ആയുർവേദ ആശുപത്രികൾ തുറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മോണോ ആക്ട് മത്സരം ആസ്വാദകരെ നിരാശപ്പെടുത്തി. ആവർത്തന വിരസതയും വിഷയദാരിദ്ര്യവുമാണ് മോണോ ആക്ട് മത്സരത്തിന്റെ നിലവാരം കുറച്ചത്. സ്ഥലം വഴുതക്കാട് വനിതാ കോളേജാണ്. മത്സരം മോണോ ആക്ടും. സംഗതി കളറാകുമെന്ന് കരുതി വന്നു കയറിയത് ആകെ ശോകമയമാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സുരക്ഷ തുടങ്ങി പതിവ് കാഴ്ചകൾക്കൊപ്പം പടാങ്കോട്ട് ആക്രമണവും കോന്നി പെൺകുട്ടികളുടെ ആത്മഹത്യയും വേദിയിലെത്തി. ആദ്യത്തെ ചില പ്രകടനങ്ങൾ കണ്ടപ്പോൾ തന്നെ ആസ്വാദകർ മറ്റു പല വഴികളും ചിന്തിച്ചു തുടങ്ങി. ദേവദത്തൻ പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം ബിജേഷ് നടുവിൽ. മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാൻ പരിമിതികൾ മറന്ന് ഇക്കുറിയും ഷിഫ്ന മറിയ എത്തി. അപൂർവ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്ന ഷിഫ്ന ആശുപത്രി കിടക്കയിൽ നിന്നാണ് മത്സരത്തിന് എത്തിയത്.
തീവണ്ടിയും പാമ്പാട്ടിയും കിളിശബ്ദവുമെല്ലാം ആവർത്തിച്ചനുകരിച്ച മത്സരാർത്ഥികൾക്ക് പിന്നാലെയാണ് ഷിഫ്ന മരിയ വേദിയിലെത്തിയത്. നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ശബ്ദങ്ങൾ തന്നെയായിരുന്നു ഷിഫ്നയെ വ്യത്യസ്തയാക്കിയത്. പട്ടം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കലാകാരി. കാഴ്ചാവൈകല്യമുള്ള ഷിഫ്ന ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ കഴിഞ്ഞ വർഷം 2ാം സ്ഥാനം നേടിയിരുന്നു. മൂത്രാശയ രോഗം ബാധിച്ച ഷിഫ്ന ഇക്കുറി ആശുപത്രി കിടക്കയിൽ നിന്നാണ് മത്സരത്തിനെത്തിയത്. പ്രതീക്ഷിച്ചിരുന്നില്ല, എന്നാലും നല്ല മീറ്റിംഗ് ആയിരുന്നു, അപ്പോൾ പിന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ശരിയായി, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാനും പറ്റി. മത്സരത്തിന് എത്തിയപ്പോൾ സന്തോഷം തോന്നുന്നു. കാരണം ഇന്നലെ ഇത്രയും ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ മത്സരത്തിന് പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം. ഏത് ശബ്ദമായാലും ഷിഫ്നയ്ക്ക് അതിവേഗം അനുകരിക്കാനാകുമെന്ന് പരിശീലകൻ പറയുന്നു. ഉടൻ നടത്തേണ്ട ശസ്ത്രക്രിയക്കായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ഈ കലാകാരി. ഇവളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുള്ള, അവളുടെ അസുഖത്തിന് ഇപ്പോൾ ഒരു 14 ലക്ഷം രൂപയുടെ അടുത്ത് ഇതിൻ്റെ സർജറിക്ക് വരും. പിന്നെ അതിനും ഒരു 10-20 ലക്ഷം രൂപയുടെ അടുത്ത് മൊത്തത്തിൽ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതൊക്കെ നല്ല സുമനസ്സുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. പരിമിതികൾക്കിടയിലും മത്സരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഷിഫ്ന വേദി വിട്ടത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം CG ദിൽജിത്ത്. കലോത്സവ നഗരിയിലെ ഐസ്ക്രീം വിപണിയെ സജീവമാക്കുന്നത് പപ്പായ ഐസ്ക്രീമിന്റെ ആശയമായ വിജയ്ക്ക് ഒരു മധുരം എന്ന സമ്മാന പദ്ധതിയാണ്. സൗജന്യമായാണ് വിജയികൾക്ക് പപ്പായ ഐസ്ക്രീം മധുരം നൽകുന്നത്. കത്തുന്ന വെയിലിൽ കലോത്സവ നഗരിയാകെ വിയർത്തൊലിക്കുന്നുണ്ട്. കടുത്ത ചൂട്. ആശ്വാസം തേടുന്നവർ നേരെ എത്തുന്നത് പപ്പായ ഐസ്ക്രീം കഴിക്കാനാണ്. കലോത്സവത്തിന്റെ ചൂടിനിടയ്ക്ക് ഈ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. പെട്ടെന്ന് ഭയങ്കര കുളിര് തോന്നുന്നു. ഭയങ്കര അവിടെ മത്സര ചൂട് നടക്കുമ്പോൾ സൈഡിൽ ഭയങ്കര കുളിര് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ്, കോഫി, സ്പാനിഷ് ഡിലൈറ്റ് തുടങ്ങി വ്യത്യസ്ത നിറങ്ങളിലും രുചിയിലും പപ്പായ ഐസ്ക്രീം ലഭ്യം. ഒത്തിരി വെറൈറ്റി ഫ്ലേവേഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്പാനിഷ് ഡിലൈറ്റ്, ചോക്ലേറ്റ്, ലൈം, പിന്നെ ഫ്രൂട്ട് മാജിക് പോലുള്ള ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് ഉണ്ട്. വളരെ നന്നായി പോകുന്നത്. മത്സരാർത്ഥികളും കൂടെ വന്നവരുമെല്ലാം ഈ രുചിക്കും തണുപ്പിനും വേണ്ടി പ്രധാന വേദിക്കരികിലെ പവലിയനിൽ എത്തുന്നുണ്ട്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം KT സ്വാലിഹ്.